ഹലോ, എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ജാതിക്ക അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ജാതി തോട്ടമുണ്ട്, ധാരാളം ജാതിയുണ്ട്. അപ്പോൾ അവിടെ ജാതിക്കായ പഴുത്തു എന്നറിഞ്ഞു. അങ്ങനെ ഞാൻ പോയി അത് കുറച്ച് അടർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വിളഞ്ഞത് പൊട്ടി വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പരുവം. ശരീരത്തിനേറെ ഗുണങ്ങൾ നൽകുന്ന ഒരു ഔഷധ സസ്യമാണ് ജാതി. അപ്പോൾ നമുക്കത് അച്ചാറിടാം. ഇത് കണ്ടോ, നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ സ്റ്റിക്കർ ഇളക്കാൻ അടപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി. പെട്ടെന്ന് നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ ജാതി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ജാതിക്കായുടെ പുറം തൊണ്ട് നല്ല കട്ടിയുള്ളതാണ്. അത് നന്നായിട്ട് ചെത്തിക്കളയണം. മാങ്ങ ചെത്തുന്നത് പോലെ അത് ചെത്തി ചെറുതായി അരിഞ്ഞെടുക്കുക. മാങ്ങ അരിയുന്ന വലിപ്പത്തിൽ, കുറച്ചുകൂടെ വലുതായാലും കുഴപ്പമില്ല. മാങ്ങ അരിയുന്ന വലിപ്പത്തിൽ അരിഞ്ഞ് വെക്കാം. അരിഞ്ഞെടുത്തിട്ട് നമ്മൾ തിളച്ച വെള്ളം തിളപ്പിച്ച് ഈ ജാതിക്കായ അരിഞ്ഞത് അതിലിട്ട് അല്പം ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി അത് ഊറ്റി വാരി നമുക്കവിടെ വെക്കാം. ഈ സമയത്ത് നമ്മുടെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു കുടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് അത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്കൊരു സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മുളക് പൊടി, ഞാൻ ചെറിയ സ്പൂണാണ്, ചെറിയ സ്പൂണിന് 4 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ മുളക് പൊടിക്കകത്ത് നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇടുന്നത് നല്ലതാണ് അച്ചാറിന്. ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടത് ഇളക്കി അതിൻ്റെ ആ ഒരു റെഡ് കളറ് ഒരു ബ്രൗണിലേക്ക് മാറണം. അതാണ് അതിൻ്റെ പരുവം. കണ്ടോ, നമ്മുടെ ആ ഒരു പരുവത്തിലത് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഊറ്റി വാരി വെച്ചിരിക്കുന്ന ജാതിക്ക കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വിനാഗിരി ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ നമ്മൾ വിനാഗിരി ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒരു നനവിന് വേണ്ടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർത്ത്. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്